ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹംദ. ഇന്ന് നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 5 പൊറോട്ട മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തത്, 2 പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത്, 2 കഷ്ണം ചിക്കൻ ഫ്രൈ പിച്ചെടുത്തത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത് 3 സവാള കൊത്തി അരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 5 പച്ചമുളക്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള അല്പം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള അല്പം വഴണ്ടതിന് ശേഷം പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് അല്പം നേരം വഴറ്റിയതിന് ശേഷം ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. അല്പം നേരം മൂടി വയ്ക്കും. അടച്ചു വെച്ച് 2-3 സെക്കൻഡ് ആയിട്ടുണ്ടാവും. നമുക്കിനി തുറന്ന് നോക്കാം. നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും തുറക്കാം. തുറന്ന് നോക്കി 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ പൊറോട്ട ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും കൂടി പിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 2 മിനിറ്റ് അടുപ്പിൽ വെച്ച് അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം സെർവ് ചെയ്യാം. ഞാനിങ്ങനെയാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.